സോറി മാച്ചിട്ട് രണ്ടാമത് സാറേ നല്ല ചൂടാണ്. നമ്മുടെ സമ്മേളനത്തിനൊപ്പം തന്നെ നീട്ടിക്കൊടുക്കില്ല. റാലി വളരെ മനോഹരമായി നട്ടിട്ട നേരത്തെ നല്ല കാണിയുമുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്ന സന്തോഷം ആദ്യം തന്നെ ഒരു കയ്യടിയോടുകൂടി തന്നെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ആദ്യം നിൽക്കാതെ മുന്നോട്ട് വന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ശുചിത്വ ഗ്രാമ പ്രഖ്യാപന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ സുദീർഘമായ പ്രശ്നത്തിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഇതിലേക്ക് കടന്നു വന്ന ആരെയും അത് കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുമില്ല. പക്ഷേ കുറെ നാളുകളായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഹരിതകർമ്മസേന തൊട്ട് മൊത്തം നമ്മുടെ സംവിധാനങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചതിന്റെ ഒരു സഫലീകരണം പൂർത്തീകരണം അല്ലെങ്കിൽ ലക്ഷ്യത്തിലുള്ള പൂർത്തീകരണമാണ് ഇതിവിടെ നടന്നിട്ടുള്ളത്. ഇതിന്റെ മുമ്പിൽ പ്രവർത്തിച്ച മുഴുവൻ സംവിധാനങ്ങളും ഞാൻ പേരെന്ന് പറയുന്നില്ല, എല്ലാ വിഭാഗത്തെയും ആളുകളെയും ഇവിടെ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാതിരുന്നത് മോശത്തിലായിരുന്നു. നമ്മുടെ ഹരിതകർമ്മ സേനയെ കുറിച്ച് ഈ മാസമാണ് നമ്മുടെ പഞ്ചായത്ത് 100% പൂർത്തീകരിച്ച് ഈ ചടങ്ങിന് മുമ്പ് പൂർത്തീകരിച്ച
100% പൂർത്തീകരിച്ചു. അവരെടുത്ത പ്രയത്നത്തെ കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് വളരെ ആത്മാഭിമാനത്തോടുകൂടി, നന്ദിയോടുകൂടി, കൃതജ്ഞതയോടുകൂടി ഈ അവസരത്തിൽ അവരെ അഭിനന്ദിക്കാനും അവരുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേടാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇനി നിശബ്ദമായിരിക്കുന്ന കടമ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട സെക്രട്ടറി, നമ്മുടെ ഒഫീഷ്യൽസ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന, ഐസൊലേഷൻ വിഭാഗം, അതുപോലെ തന്നെ ഒട്ടനവധി മർച്ചന്റ് അസോസിയേഷനുണ്ട്, അതുപോലെ തന്നെ വ്യാപാര സുഹൃത്തുക്കളുടെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, വിവിധ ക്ലബ്ബുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ടീച്ചേഴ്സ്, വിദ്യാലയത്തിൽ നിന്നുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച SMS കോളേജിലെ അധ്യാപകരും മറ്റു കുട്ടികളും, അതുപോലെ നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല. വിദ്യാലയങ്ങളുണ്ട്, ഹരിതകർമ്മസേനയുണ്ട്, അതുപോലെ എല്ലാവരും നന്ദിയോടെ ഈ ദിവസത്തിൽ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് MLA എല്ലാ വാർഡിലും ഹരിത ടൗൺ പ്രഖ്യാപിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പഞ്ചായത്ത് പ്രത്യേകിച്ച് ആത്മാഭിമാനത്തോടെ പറയട്ടെ, മർച്ചന്റിന്റെ സഹായത്തോടു കൂടി ജനകീയ സമിതി രൂപീകരിച്ച് പാലിശ്ശേരിയും മെഴക്കുന്നും കമ്പനിപ്പടിയും നമ്മൾ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു നേട്ടം. അതോടൊപ്പം തന്നെ ഈരണ്ട് LCMകൾ വെച്ച് എല്ലാ വാർഡിലും നമ്മൾ സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ വിവിധ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടു, അതുപോലെ വോട്ടിംഗ് ബൂത്തുകൾ സ്ഥാപിക്കപ്പെട്ടു. നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ആ ഐറ്റങ്ങളെല്ലാം വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് നമ്മളെല്ലാം കുടുംബശ്രീ പ്രവർത്തകരടക്കം ഞാൻ പറഞ്ഞ വിട്ടുപോയി കുടുംബശ്രീയുണ്ട്, അതുപോലെ വിവിധ വകുപ്പുകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ തൊഴിലുറപ്പ് ഉൾപ്പെട്ട മേറ്റുമാരും തൊഴിലുറപ്പിലെ മറ്റു വിഭാഗക്കാരെ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഇന്നത്തെ യോഗത്തിലേക്ക് ഇന്നലെ വളരെ തിരക്കുള്ള ഒരു ദിവസമാണ്. പക്ഷേ ഈ പ്രഖ്യാപന ചടങ്ങ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി കൂടിയാണ്. അതുകൊണ്ട് അത് MLA ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA എത്തിച്ചേർന്നു. MLA എല്ലാവരുടെയും പേരിൽ ഭാഗമായി ഞാൻ ഈ വേദിയിലേക്ക് സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതിന്റെ ലാഭകരമായി ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എന്തും ലാഭമില്ലാതെ നമ്മൾ പ്രയത്നിക്കുകയായിരുന്നു. അതിന്റെ സെക്രട്ടറിയോടൊപ്പം വളരെ ശക്തമായി നമ്മുടെ സംവിധാനത്തെ ജനിപ്പിക്കാൻ, നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഗ്രാമീണ മാതാവ് ശ്രീമതി ലതിക ശശികുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനിയായ ശ്രീമതി ഷൈനി ജോർജ് വേദിയിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. നമ്മളോടൊപ്പം എന്നും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും കറുകുറ്റിയിലെ പ്രസിഡന്റായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒട്ടനവധി തുക നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഷൈനി ജോർജിനെ അമ്മയോട് ഓർക്കുന്നതോടൊപ്പം ഇന്നത്തെ ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ ശുചിത്വ ഗ്രാമ പ്രഖ്യാപനത്തിലേക്ക് ബഹുമാനിയായ ഷൈനി ജോർജിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമുക്കറിയാം, നമ്മുടെ ഓരോ വാർഡിലേക്കും പദ്ധതികൾ കൊണ്ടുവരുന്നതിന് എല്ലാ വാർഡിലേക്കും കൃത്യമായി നിർവഹണം നടത്തി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ശക്തമായി ശുചിത്വ ഹരിതകർമ്മസേനയ്ക്ക് പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ട് ഇവിടുത്തെ റാണിപ്പോളിനെയും ശുചിയോടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാഹനം നൽകിയത്. ആ വാഹനത്തിലാണ് ഹരിതകർമ്മസേന എന്നും സജീവമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ബഹുമാനിയായ ശുചി ജോലിയെ ഏറ്റവും സ്നേഹത്തോടെ ബ്ലോക്ക് മെമ്പറെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. വികസന മത്സരങ്ങളുടെ ബഹുമാനിയായ മേരി അങ്ങനെയുണ്ട്. മേരി മേരിയെ കുറിച്ച് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു സത്യാവസ്ഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തവണത്തെ വാർഷിക പദ്ധതിയിൽ നമ്മൾ 100% ഫണ്ട് ചെലവഴിച്ച പട്ടികയിലേക്ക് കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് നിരീക്ഷണ സെക്രട്ടറി അടക്കം നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തി 100% ഫണ്ട് HC അടക്കം 100% ഫണ്ട് ചെലവഴിച്ച ഒരു പഞ്ചായത്തായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 30ാം സ്ഥാനത്തോടെയാണ് തൊള്ളായിരം ജില്ലാ പഞ്ചായത്ത് ഉള്ളതിൽ 30ാം സ്ഥാനത്താണ് കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് എടുക്കുന്നത്. അതിനുവേണ്ടി ഉൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നമ്മുടെ രണ്ട് പ്രവർത്തനത്തിലാണ് നമ്മൾ ഈ തവണ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഒന്ന് 100% ടാക്സ് വരുമോ, 100% പണം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളതിന്റെ വിധിമുഖത്തിലേക്ക് നീങ്ങുകൊണ്ടിരിക്കുന്ന എല്ലാവരും സഹകരണങ്ങളാണ് നടക്കുന്നത്. അത് പരിശ്രമിച്ചോടൊപ്പം ബഹുമാനിയായ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സേവകാശാലി നമ്മുടെ ശുചിത്വത്തിന്റെ ഇൻചാർജ് കൂടിയാണ്. വിവിധ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ആരോഗ്യ ശുചിത്വ
വിദ്യാഭ്യാസത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് യഥാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജോണി വൈപ്പർ വേദിയിലുണ്ട്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട്, മെമ്പർമാരോട്, വിവിധ നമ്മുടെ എക്സലൻസ് കോളേജ് ഒരു പ്രത്യേകം ഒരു പാരിതോഷികം ഇന്ന് നമ്മുടെ ബഹുമാനിയായ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി അതിനുവേണ്ടി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ടവർക്ക് കൗൺസിലർമാർ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലവരായ എല്ലാ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രഖ്യാപിക്കുന്ന ബഹുമാനായ മണ്ഡല ഏറ്റവും സ്നേഹത്തോടെ വൈസ് പ്രസിഡന്റ് ഷൈജുമാറി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോസ്, ബ്ലോക്ക് മെമ്പർ ഷിജി ജോയ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, SCMS അധ്യാപകർ, അതുപോലെ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ, സെക്രട്ടറി, ഹരിതകർമ്മ സേന, കുടുംബശ്രീ, അംഗനവാടി, അതുപോലെ തന്നെ സ്കൂളുകളിൽ ചേർന്നിരിക്കുന്ന പ്രതിനിധികൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കരോട്ടി ഗ്രാമപഞ്ചായത്ത് ഒരു പുതിയ കാൽവയ്പ് നടത്തുകയാണ്. അത് സാധ്യമായത് നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമാണ്. നമുക്ക് ഒരു ശുചിത്വ ഗ്രാമം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീടിന്റെ ചുറ്റുംകാലം മതില് അതിനകത്ത് നമ്മൾ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി അതിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം മാറിയാൽ നമ്മുടെ പ്രശ്നമെല്ലാം പരിഹരിച്ചു, പ്രശ്നമെല്ലാം തീർന്നു എന്നാണ് പൊതുവെ കാണുന്നത്. നമ്മുടെ എന്തെങ്കിലും മാലിന്യം ബാക്കിയുണ്ടെങ്കിൽ അത് അപ്പുറത്ത് ഒഴുകി കിടക്കുന്ന പറമ്പിലേക്ക് ഇട്ടാൽ നമ്മുടെ പ്രശ്നം തീർന്നു. കാരണം നമ്മുടെ പറമ്പിലും നമ്മുടെ പുരയിടത്തിനകത്തും ഒന്നുമില്ല എന്ന വളരെ വൃത്തിയാണ്. അപ്പോൾ നമ്മൾ കാണാത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു പറമ്പിലേക്ക് തള്ളിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതു ഇടത്തിലേക്ക് തള്ളിയാൽ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് തള്ളിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് പൊതുവിൽ ആളുകളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ പൊതു ഇടം എന്ന് പറയുന്നത് നമ്മുടെ സംബന്ധിച്ചാണ്, നമ്മുടെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നശിപ്പിക്കുന്ന മാലിന്യത്തിന്റെ ദുരിതവും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതായിരുന്നു. പലപ്പോഴും സംഭവിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ആളുകൾ മാലിന്യം കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും ഉത്തരവാദിത്തമാണ് ഇതെല്ലാം മാലിക്കൊണ്ട് പോകുന്നത് എന്ന ഒരു ബോധം എവിടെയൊക്കെയോ പലരെയും മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് പഞ്ചായത്തുകൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഈ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയാൽ എല്ലാവർക്കും മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അത് ആഗ്രഹിക്കാത്തവരായിട്ട് ഒരാളില്ല. പക്ഷേ നമ്മുടെ വാർഡിൽ വേണ്ട, അപ്പുറത്തെ വാർഡിലായിക്കോട്ടെ എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വേണ്ട, മാലിന്യം തിരിക്കാൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ LCFO അല്ലെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നും പഞ്ചായത്തിലൊക്കെ വേണം. നമ്മുടെ വാർഡുകളിലൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യണം. പക്ഷെ നമ്മുടെ വാർഡിലും പറ്റില്ല, നമ്മുടെ അയൽവക്കത്തും പറ്റില്ല. അപ്പുറത്തെ വാർഡിലോ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആർക്കൊരു പരാതിയില്ല. ഇപ്പോൾ കറുപ്പിയിലെ മാലിന്യം എല്ലാവരും മുക്കന്നൂർ പഞ്ചായത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ നമ്മൾ കറുപ്പിക്കാൻ എല്ലാവരെയും ഹാപ്പിയാവും. മുക്കന്നൂരെ സംബന്ധിച്ചിടത്തോളം അവിടെ അടുത്ത് വേറെ ഏതെങ്കിലും പഞ്ചായത്തിൽ കൊണ്ട് വെച്ചാൽ അവരെ ഹാപ്പിയാവും. അപ്പോൾ പറഞ്ഞു വന്നാൽ ഇത് കേരളത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സ്ഥലം കണ്ടെത്തുക, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് LCF ആയാലും പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ആയാലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തമാണ്. അവിടെ അത് ചെയ്തിട്ടില്ല എങ്കിൽ പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന തുകയിൽ തന്നെ കുറവ് വരും. സംസ്ഥാന സർക്കാർ വളരെ കർശനമായിട്ടാണ് അത് ആ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുവാനായിട്ട് എല്ലാ പ്രദേശ സ്ഥാപനങ്ങളും ബാധ്യസ്ഥമാണ്. അതേ കരൂർ പഞ്ചായത്ത് ഈ പറയുന്നത് പോലെ പല സ്ഥലങ്ങളിലും ചില എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ഈ സംവിധാനങ്ങൾ ഒരുക്കി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഇവിടെ പറഞ്ഞതുപോലെ മാലിന്യമുക്തമായിട്ട് നമുക്ക് എല്ലാ ഗ്രാമമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്ത്
ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പരിപാടി അത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും ഭംഗിയായി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റ് പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ സാധാരണ പഞ്ചായത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ അത് ഒരു ദിവസം പരിപാടി നടത്തി അവസാനിപ്പിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഹരിത ഗ്രാമമാക്കാന്ന് പറഞ്ഞാൽ അത് മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിന്ന ഒരു യജ്ഞത്തിന്റെ ഒരു പരിശ്രമത്തിന്റെ ബാക്കി മാത്രമാണ് ഇന്ന് ഇവിടെ നമ്മൾ അത് യാഥാർത്ഥ്യമാക്കുന്നത്. അതുകൊണ്ട് വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു നീണ്ട പരിശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ അത് സാധ്യമായത് പഞ്ചായത്തിന് സാധ്യമാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് പഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇവിടെ വാർഡുകൾ കയറി ഇറങ്ങി വീടുകൾ കയറി ഇറങ്ങി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഹരിതകർമ്മസേനയുടെയൊക്കെ ആളുകൾ നമുക്കറിയാം. ഹരിതകർമ്മസേനയുടെ പച്ചസേനകളോ അവസരങ്ങളോ എത്തിക്കാതിരിക്കാനാണ്. അപ്പോ ഹരിതകർമ്മസേന നമുക്ക് ഈ കാലാവസ്ഥയിൽ ചൂടത്ത് നമുക്ക് ഇവിടെ ഇരിക്കാൻ പ്രയാസമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചൂട് വരുന്നുണ്ട്, പലരും വീശിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോ ഈ ചൂടത്ത് ഇപ്പൊ കോട്ടയ്ക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു മാർച്ച് പോയി നമ്മുടെ ഘോഷയാത്ര ചെറിയൊരു ഘോഷയാത്ര വിളംബരയാത്ര പോയി വന്നപ്പോൾ തന്നെ എല്ലാവരും മുടക്കിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോ അത്രയും ഒരു 10 മിനിറ്റ് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടെന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരൊക്കെ അവരെ ഈ ദിവസം മുഴുവനും ഈ വെയിലായാലും മഴയായാലും ഒക്കെ വീടുകൾ കയറി ഇറങ്ങി ഈ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഒക്കെ ഈ പറയുന്ന സാമഗ്രികളെല്ലാം പുറത്തിയെടുത്ത് നമ്മുടെ ഗ്രാമം, നമ്മുടെ വാർഡ്, നമ്മുടെ വീട് എല്ലാം മാലിന്യമുക്തമാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവർ നടത്തുന്ന ഒരു വലിയ പ്രയത്നമുണ്ട്. അത് ഈ അവസരത്തിൽ അംഗീകരിക്കാതിരിക്കാനും അഭിനന്ദിക്കാതിരിക്കാനും പ്രഭാവമില്ല. നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും ഈ അവസരത്തിൽ മാത്രമല്ല എല്ലാവരും ഈ പ്രവർത്തനത്തിൽ എല്ലാവരും ബാക്കിയുള്ള നമ്മുടെ ആശാവർക്കന്മാരെ പരിപാടി കുടുംബശ്രീ അങ്ങനെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സ്കീം കമ്പനീസ് എല്ലാവരും തന്നെ പഞ്ചായത്ത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് അവർ മുൻപന്തിയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിലൂടെ യാഥാർത്ഥ്യമാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് ഒരു വലിയ നേട്ടം തന്നെയാണ് ഞാൻ തുടങ്ങി പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇത് ഇതേ രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ളതാണ്. ഇത് ഇതേ രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ, ഭരണസമിതി അംഗങ്ങളും നമുക്ക് മാത്രമേ എല്ലാവരും ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളും അതിനു വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തിയെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഇവിടെ നമുക്ക് റെസിഡന്റ് അസോസിയേഷനുണ്ട്, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റെസിഡന്റ് അസോസിയേഷനുകളുള്ള ഒരു പഞ്ചായത്ത് കമ്മിറ്റി, അവരുടെ അപ്പെക്സ് കൗൺസിൽ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ റെസിഡന്റ് അസോസിയേഷനൊക്കെ അവരവരുടെ മേഖലകളിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഓരോ അസോസിയേഷൻ പോകുമ്പോഴും അവരുടെ നമ്മുടെ കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ റെസിഡന്റ് അസോസിയേഷനായാലും ഇവിടെ സജീവരായിരിക്കുന്ന മറ്റ് സംഘടനകളും മർച്ചന്റ് അസോസിയേഷൻ അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ത്രീ കോർപ്പറേഷൻ അതെല്ലാം ഉപരിയായി നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഇത് മുഴുവൻ കടവട്ടി ഗ്രാമപഞ്ചായത്ത് മുഴുവൻ നമ്മുടെ ഒരു വീടാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പറമ്പാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇവിടെ ഈ പരിപാടി പ്രവർത്തനമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരോടും കൂടി ചേർന്ന് കടവട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ഹരിത ഗ്രാമമാകുന്ന ഈ മുഹൂർത്തം വളരെ ഗംഭീരമാക്കുവാനായിട്ട് സാധിച്ചതിന് പ്രത്യേകമായ അഭ്യർത്ഥന ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പെരുമാറ്റത്തോടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു. ജലാശയങ്ങളും
ശ്രീമതി പ്രിയ ശങ്കുണ്ണി അവരാണ് കേരളത്തിലെ മികച്ച അംഗനവാടി ടീച്ചറായിട്ട് തിരഞ്ഞെടുത്തുള്ളത്. അത് കറുകുട്ടിക്ക് ഐശ്വര്യ സൂപ്പർവൈസറെയാണ് തിരഞ്ഞെടുത്തുള്ളത്. നമുക്ക് ഏറെ അഭിമാനിക്കാം. കറുകുട്ടി പഞ്ചായത്തിലേക്ക് ആ സമ്മാനം കൊണ്ടുവന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരോടും പരമാക്ഷത്തോടൊപ്പം ഈ സമ്മാനം നൽകുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ഉന്നതിയെ ക്ഷണിക്കുന്നു. കറുകുട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ ഷൈജോ പറമ്പി, വികസനാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നേടി പൈലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ നേടി ആന്റണി, പഞ്ചായത്ത് മെമ്പർമാർ, പ്രിയപ്പെട്ട സെക്രട്ടറി, HSC സ്റ്റാഫ് അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗനവാടി വർക്കർമാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് അംഗങ്ങൾ, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ, ആരോഗ്യ വകുപ്പ് അംഗങ്ങൾ, റെസിഡന്റ് അസോസിയേഷൻ അംഗങ്ങൾ, വിവിധ സ്കൂളിൽ നിന്ന് എത്തിയിരിക്കുന്ന ടീച്ചേഴ്സ്, വിദ്യാർത്ഥിനികൾ, SCMS കോളേജ് എത്തിയിരിക്കുന്ന രാകേഷ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ, വിവിധ ക്ലബുകളിൽ നിന്ന് എത്തിയിരിക്കുന്നവർ, വിവിധ വായനശാലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രതിനിധികൾ, നമ്മുടെ പഞ്ചായത്തിന്റെ HI അബ്ദുൽ, പ്രിയപ്പെട്ട BO അശ്വതി, ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥർ, മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയായ മാലിന്യമുക്ത കേരളം എന്ന ആ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബഹുമാനായ മുഖ്യമന്ത്രിയാണ്. അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ആഹ്വാനപ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ ഈ പ്രഖ്യാപനം നമ്മുടെ ബഹുമാനായ MLA നടത്തിയത്. ഒരു വർഷക്കാലമായി നമ്മൾ ഇതിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് മാലിന്യമുക്തമാക്കണമെങ്കിൽ അത് ഒത്തിരി പ്രയത്നങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്കത് സാധ്യമാകുന്നത്. അത് പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ സ്റ്റാഫ് അംഗങ്ങളോ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ നാടിന്റെ മുഴുവൻ ജനങ്ങളും നമ്മളോടൊപ്പം നിന്നതുകൊണ്ട് തന്നെയാണ് നമുക്കിത് സാധ്യമായത്. കാരണം നമുക്കറിയാം, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഒത്തിരി വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഒരു ദിവസം പോയി ഒരു പ്രദേശം വൃത്തിയാക്കും, 4 ദിവസം കഴിയുമ്പോഴേക്കും ആ പ്രദേശം വീണ്ടും മാലിന്യം കൊണ്ടുവന്നിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി അവർ അനുസരിക്കുന്നില്ലെങ്കിൽ പോലും എല്ലാവരിലും ഒരു വലിയ മാറ്റം നമുക്ക് കണ്ടു തുടങ്ങാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ മൊത്തം നമുക്ക് ശുചിയാക്കുവാനും ഇങ്ങനെ പ്രഖ്യാപനം നടത്തുവാനും നമുക്ക് സാധ്യമായത്. ഏറ്റവും കൂടുതൽ MLA പറഞ്ഞ പോലെ നമ്മൾക്ക് ആദരിക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളെ തന്നെയാണ്. പല മീറ്റിങ്ങുകളിലും ഞാനും സെക്രട്ടറിയും അതുപോലെ HSC ഒക്കെ ചെല്ലുമ്പോൾ നമ്മളെ എഴുന്നേൽപ്പിച്ചു നിർത്തി നമ്മളുടെ പഞ്ചായത്ത് ഏറ്റവും പുറകിലാണ് എന്ന് പറഞ്ഞ് വേദനയോടുകൂടി തിരിച്ചു പോകേണ്ട അവസ്ഥ പലപ്പോഴും നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മളൊരു ടാർഗറ്റ് കൊടുക്കുകയും ഈ ടാർഗറ്റ് നിങ്ങൾ വിന്നറാക്കണമെന്ന് അവരോട് വളരെ ശക്തമായി പറയുകയും ചെയ്തതനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാസം അവർ നമുക്ക് 100%-ന് 101% അവരുടെ പ്രവർത്തികൾ ചെയ്തു എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ അവസരത്തെ ഈ നാടിന് വേണ്ടി, ഈ കറുകുട്ടി ഗ്രാമപഞ്ചായത്ത് നാടിന് വേണ്ടി തന്നെ ഞാൻ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം നിന്ന കുടുംബശ്രീ അംഗങ്ങളും, തൊഴിലുറപ്പ് അംഗങ്ങളും, അംഗനവാടി, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും, വ്യാപാരി സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് പഞ്ചായത്തിന്റെ 3 ഹരിത ടൗൺ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ പ്രദേശം ഏറ്റെടുത്തുകൊണ്ട് കേബിൾ നഗർ, എടക്കുന്ന്, പാരിശ്ശേരി 3
തന്നെ പഞ്ചായത്തിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും അത് കൃത്യമായി നമുക്ക് ചെയ്തു തന്നുകൊണ്ട് എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് ഒരു ദിവസമായാലും 2 ദിവസമായാലും ആ പറയുന്ന സമയപരിധിക്കുള്ളിൽ നമുക്ക് ചെയ്തു തരാൻ അവർ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും ആദ്യം ഹരിത ക്യാമ്പസായി പ്രഖ്യാപിച്ചത് SCMS കോളേജാണ്. അത് കൃത്യമായി അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കും. മാലിന്യം മൊത്തം മുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഹരിത ക്യാമ്പസായിട്ട് അവർ മാറ്റുകയാണ് ചെയ്തത്. പഞ്ചായത്തിന് വേണ്ടി അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ മിഷനിൽ നിന്ന് ആളുകൾ വന്ന് നമ്മുടെ ഓരോ അംഗനവാടികളും ഓരോ സ്കൂളുകളും പോയി എല്ലാം ആദ്യത്തെ ട്രിപ്പ് തന്നെ എല്ലാവർക്കും ഹരിത സ്കൂളുകളോ അല്ലെങ്കിൽ ഹരിത അംഗനവാടികളോ ഒക്കെ കിട്ടിയില്ല. അതിനുശേഷം പല കാര്യങ്ങളും മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളെല്ലാം ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കാൻ നമ്മുടെ കവലട്ടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. അതിനും ടീച്ചർമാരും മറ്റ് സ്കൂൾ അധ്യാപകരും ഹെഡ് മിസ്റ്റർമാരും കുട്ടികളും എല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ചു. നമ്മുടെ കുട്ടികളുടെ ഹരിത സഭ നടത്തിയപ്പോൾ അവർ പ്രത്യേകം ഓരോ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയും ആ കാര്യങ്ങളൊക്കെ അവർ നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും ഭരണസമിതി വിചാരിച്ചാൽ മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. നമ്മളോടൊപ്പം ആ പഞ്ചായത്തിലെ സ്റ്റാഫുകൾ നമ്മളോടൊപ്പം നിന്നാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക. വെയിൽ ഹരിത ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയും ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയും എക്സസിയും നമ്മുടെ ബാങ്കുകാർക്കും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരുമാണ്. അവരെല്ലാവരും നമ്മളോടൊപ്പം നിന്നു. നമ്മുടെ പ്രിയപ്പെട്ട BO അശ്വതി കാര്യം വളരെ ചുരുക്കം നാളുകളെ ആയിട്ടുള്ളൂ വന്നിട്ട്, എന്നാലും നമ്മൾ ഈ മാസം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി അത് ചെയ്തു തരുവാൻ വേണ്ടി നമ്മളോടൊപ്പം എല്ലാവരും നിന്നു. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ശുചിത്വ പഞ്ചായത്ത് ഇനിയും മുന്നോട്ട് തന്നെ പോകണം. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കാതെ തുടർന്ന് നമുക്ക് ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ഹരിതകർമ്മസേനയോടൊപ്പം നിൽക്കാൻ നമുക്ക് ഒരു HLA തെരഞ്ഞെടുക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ച അതുലിനെയാണ് നമ്മളതിന് തെരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് ആരും മനസ്സിലായിട്ടുണ്ടാവും പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ വാർഡുകളിലൊക്കെ കൃത്യമായി വന്നു പോകുന്നത്. ആ ഒരു വർഷത്തെ പ്രയത്നം സഫലമാക്കുന്നതിന് വേണ്ടി ഈ ഒരു മാസം കൊണ്ട് ഹരിതകർമ്മസേനയോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട HI സഹകരിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. കവലട്ടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി തുടർന്നും എനിക്ക് തോന്നുന്നു ഒരു മാസം തികഞ്ഞിട്ടില്ല വന്നത്, എന്നാൽ പോലും 17 വാർഡിന്റെയും ഓരോ പ്രദേശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പഞ്ചായത്ത് മെമ്പർമാരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തു. ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് വിളിക്കും, അടുത്ത മെമ്പർ വേറെ സ്ഥലത്തേക്ക് വിളിക്കും. എവിടെയൊക്കെ വിളിച്ചാലും അവിടെയൊക്കെ ഓടിയെത്തി ചിരിക്കുന്ന മുഖത്തോടു കൂടി ഞങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഒത്തൊരുമിച്ച് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിൽ കാണണം. അതിന്റെ ഫലം നമുക്ക് തുടർന്നും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കണം. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ HI ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ വകുപ്പിലെ എല്ലാ സ്റ്റാഫുമാരും ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സഹായം എൻഫോഴ്സ്മെന്റ് ടീം ആക്കുവാനും ഓരോ കടകൾ പരിശോധിക്കുവാനും ഒക്കെ അവരുടെ എല്ലാവരുടെയും സഹായം നമുക്കുണ്ട്. അപ്പോൾ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ജനപ്രതിനിധികൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ 17 പേരും എപ്പോഴും യഥാസമയം എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം. ക്യാമ്പസ് സെലക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്ന SCMS കോളേജിനെയാണ് പാലശ്ശേരിയിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് ആയിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ സമ്മാനമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്ന മാസ്റ്ററേയും എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളാണ് ഏറ്റവും മികച്ച സ്കൂളായിട്ട് 2 സ്കൂളിനെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് സെന്റ് ജോസഫ് സ്കൂള് കറുകുറ്റി,
കറുകുറ്റി സ്കൂളിലെ മെമ്പറുടെ മുമ്പിൽ പുറത്തേക്ക് 5 ചേർന്ന് പിടിച്ചോ മതി ജസ്റ്റ് കൈ വെച്ചാൽ മാറില്ലേ ഓക്കെ സ്കൂളാണ് സെന്റ് ജോസഫ് സ്കൂളും നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ പാലശ്ശേരി. അത് ഓരോരുത്തരായിട്ട് വരണം കേട്ടോ. ഇവിടെ നോക്കട്ടെ എല്ലാവരും മാറില്ലേ ഓക്കെ പാലശ്ശേരി ഗവൺമെന്റ് സ്കൂള് പ്രോത്സാഹനമാവും. വ്യാപാര സ്ഥാപനങ്ങളാണ്. മികച്ച വ്യാപാര സ്ഥാപനങ്ങളായിട്ട് നവ്യ ബേക്കറി, കറുകുറ്റി, നവ്യ ഫർണിച്ചർ, ഇടക്കുന്ന്, കുറ്റിപ്പുഴക്കാരൻ, കാട്ടുകാരൻ, മുന്നോട്ടുപുഴ 3 പേർക്കാണ് നമ്മളത് കൊടുക്കുന്നത്. നവ്യ ബേക്കറി, കറുകുറ്റി ഏറ്റവും നല്ല അംഗൻവാടിക്ക് കൊടുക്കുന്ന പുരസ്കാരം വാർഡ് 1193 നമ്പർ അംഗൻവാടി പാസ്. അംഗൻവാടി അടുത്തത് നമ്മുടെ ഏറ്റവും മികച്ച അയൽക്കൂട്ടമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങളിൽ ഏറ്റവും മികച്ചത് വാർഡിട്ട് ലാവണ്യ കുടുംബശ്രീ. ലാവണ്യ കുടുംബശ്രീയോ കുടുംബശ്രീ അംഗങ്ങൾ 8ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ വായനശാല എത്രണ്ണമാണ് നമ്മളവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാസ്റ്റേഴ്സ് വായനശാല പാവക്കാട് പോകുന്നു. അക്ഷര വായനശാല വഴി കൂടി കൈയടിയേ പാവക്കാട് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പാടുകയാണെന്നാണ് അല്ലേ? അക്ഷര വായനശാല 15 അക്ഷര വായനശാല 15
അസോസിയേഷൻ. എടക്കുന്നത് ഈസ്റ്റ് ലാബ് റെസിഡൻസ് അസോസിയേഷൻ. അതുപോലെ സീനിയർ NSS പ്രോഗ്രാം ഓഫീസർ KK ഗോപാലകൃഷ്ണൻ അവരെ ആദരിക്കുന്ന ചടങ്ങിലേക്കായിട്ട് ക്ഷണിക്കുകയാണ്. അവര് സേനയ്ക്ക് ആദരവ് നൽകുന്നുണ്ട്. എല്ലാവരും കൈയ്യട്ടെ. ഇറക്കി കയറാൻ പറയും, എന്നാലും ഇറക്കിട്ടില്ല, ഫ്രെയിമിലിട്ടില്ല. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം അവസാനം. ചേച്ചി അങ്ങോട്ട് മാറിക്കോ, മേടിച്ചിട്ട് മാറിക്കോ. നിങ്ങൾ കുറച്ചും കൂടി അടുത്തേക്കാം. അപ്പോൾ മുകളിൽ നിൽക്കണവർ കുറച്ച് അടുത്തുനിന്ന് ചേർന്നൊക്കെ മുകളിൽ നിൽക്കണവർ ചേർന്നൊക്കെ. ഒരു മിനിറ്റ്. ഓക്കെ. ഇങ്ങോട്ട് നോക്കിക്കോട്ടെ എല്ലാവരും. ഫോട്ടോ അവിടെ ഇങ്ങോട്ട് നോക്കണം. ഓക്കെ. വീഡിയോ ചെറിയ നിങ്ങളൊന്ന് അടുത്തില്ലാമോ?